ഈസ്റ്റേൺ സ്പൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഈസിലി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ സോയ ഫ്രൈ ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 100 ഗ്രാം സോയ ചങ്ക്സ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈസ്റ്റേൺ കുരുമുളക് പൊടി, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, ഈസ്റ്റേൺ മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു 3 ആലു. പൊട്ടാറ്റോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു വേവിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ് ഇട്ടിട്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില, വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആദ്യം നമുക്ക് പൊട്ടാറ്റോയും നമ്മുടെ സോയ ചങ്ക്സും ഒന്ന് മാരിനേറ്റ് ചെയ്യണം. പൊട്ടാറ്റോ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഈസ്റ്റേൺ മുളക് പൊടി, പിന്നെ കളറിന് വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തനത് രുചി, നാടൻ രുചി കിട്ടാൻ വേണ്ടി നമ്മുടെ ഈസ്റ്റേണിൻ്റെ പെപ്പർ പൗഡറും കൂടെ ഞാൻ എടുത്തിട്ട് കുരുമുളക് പൊടിയോട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി ഒരു 2-3 കറിവേപ്പില കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ബാക്കി ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പൊട്ടാറ്റോ സോയ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഫൈനലി പൊട്ടാറ്റോ സോയ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും.